ഒരു പേടി, ഞാൻ തെറ്റും പറഞ്ഞിട്ട്. ഈ പഠിക്കുന്ന ആൾക്കാർക്ക് ലാംഗ്വേജ് അറിയില്ല, അപ്പൊ അവർ തീർച്ചയായിട്ടും എന്ത് ചെയ്യും? മിസ്റ്റേക്ക് ചെയ്യും. പക്ഷെ മിസ്റ്റേക്ക് ചെയ്യും പറഞ്ഞിട്ട് സംസാരിക്കാണ്ടിരിക്കാൻ പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് തിങ്. യു ഷുഡ് സ്പീക്ക്. നൗ ഐ ലേൺ ഇംഗ്ലീഷ്. ഞാൻ ആദ്യം ഇംഗ്ലീഷ് പറയുമ്പോൾ ആൾക്കാർ ചിരിക്കും, ബിക്കോസ് ഇറ്റ് വാസ് ഇൻ എ വെരി ബാക്ക്വേർഡ് സ്റ്റേറ്റ്. പക്ഷെ I had prepared myself, because until unless I make mistakes, will I be able to learn? The answer is no. So you have to prepare yourself. Then second എന്താണ്? കോൺഫിഡൻസ് വേണം. ഇപ്പൊ ഇംഗ്ലീഷ് പഠിക്കണം പറഞ്ഞു കഴിഞ്ഞാൽ സർ ഞാൻ പഠിക്കും, എനിക്ക് പഠിക്കും, ഞാൻ പറയാൻ പറ്റും, ഞാൻ മലയാളം നന്നായി പറയില്ല, ഞാൻ മലയാളം പഠിച്ചിട്ടുണ്ട്, മലയാളം പറയണമെങ്കിൽ പിന്നെ ഇംഗ്ലീഷ് എനിക്ക് പറഞ്ഞൂടെ? So you should have a confidence that I will be able to speak English. Voice exercises I already told you, because you have to have good voice, then only you will be liked, heard and observed and expressed by somebody else. Next one is reading. Now voice can only be brought out provided you are very good at speaking. Now suppose you are learning to speak, the second alternative to enhance and to develop the voice is what? To read. So reading is the first exercise of voice. And once you get pakka in this one, then കാണാണ്ട് നമുക്ക് ഇപ്പൊ ഞാൻ പറയുന്ന പോലെ ഒന്നും നോക്കാണ്ട് പറയാൻ പറ്റും. പക്ഷെ അതുവരെ ഇപ്പൊ ഞാൻ മലയാളം പറയുമ്പോഴും എന്റെ ആ വോയിസിന്റെ കാര്യമുണ്ട്. മലയാളം പഠിച്ചിട്ടില്ല, ഗ്രാമർ ഉണ്ടാവില്ല, ശബ്ദങ്ങൾ ചിലപ്പോൾ ലോക്കൽ പാലക്കാടൻ ലാംഗ്വേജ് ആയിരിക്കും. ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ പറയും സുധീർ പാലക്കാട് എന്ന് ചോദിക്കും, അത്രയും മോശം ലാംഗ്വേജ് ആണ് എന്റെ മലയാളത്തിന്റെ. പക്ഷെ ആ മലയാളം ഞാൻ സംസാരിക്കുമ്പോൾ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. വൈ? ബിക്കോസ് ഓഫ് വേർഡ്സ്. ഇറ്റ്സ് നോട്ട് സബ്ജക്ട്. സോ ഈവൻ ഇഫ് യു ആർ സ്പീക്കിംഗ് ഫോർ ഇംഗ്ലീഷ്, ബട്ട് ഇഫ് യു ഹാവ് എ ഗുഡ് വോയിസ്, will be able to communicate what you want to communicate. So you need to develop your voice in a better way. Fluency development automatically will come when you have the confidence. Confidence വന്നു, voice വന്നു, reading ചെയ്യുന്നുണ്ട്, മനസ്സിൽ എനിക്ക് പറയണമെന്ന് ആഗ്രഹം വന്നു കഴിഞ്ഞാൽ fluency automatically വരും. Fluency പറഞ്ഞു കഴിഞ്ഞാൽ bullet train അല്ല. Fluency പറഞ്ഞു കഴിഞ്ഞാൽ when you are able to connect one word with other. I want to go to my home, or I want to go to my house, or I want to go to the coffee shop. Words correction. I want to go to coffee shop. This is a train. You are connecting each words. And ഇതിൽ നമ്മൾ പറയുമ്പോൾ അത് fluency വരും. That is, fluency is connecting words. അല്ലെങ്കിൽ fluency എന്താ പറയുക? I want to go. അപ്പൊ അതിൽ fluency ഇല്ല, because you are unable to connect the words. So confidence, voice, reading ഇതൊക്കെ വരുമ്പോൾ നമ്മുടെ ആ ടങ് ഒക്കെ ഭയങ്കരമായിട്ട് ഫ്ലെക്സിബിൾ ആയി കഴിഞ്ഞാൽ automatically you will be able to drag and search the words, right? Then ഇതാണ് നമ്മുടെ fluency development, as well as that is pausing. What do you mean by pausing? You have to stop, you have to take a breath, you have to give time for other people to understand what you just now spoken. അപ്പൊ എവിടെയാണ് pause ചെയ്യേണ്ടത്, എവിടെയാണ് long breath എടുക്കേണ്ടത്? I told you that in the beginning. Pausing is a very good important exercise, because pausing makes your speech more valuable and more interactive and more important to us. Clarity in speaking. മലയാളം പറയുമ്പോഴും ഇപ്പൊ നിങ്ങൾ പറയുമ്പോഴും നിങ്ങളുടെ പറയുന്ന സമയത്ത് നിങ്ങളുടെ വായി ശരിക്കും തുറന്നില്ല, അക്ഷരങ്ങൾ ശരിക്കും വന്നില്ല, അതിന്റെ ക്ലാരിറ്റി വരില്ല. ഡിക്ഷൻ, ഇങ്ങനെയും ഡിക്ഷൻ പറയാം, ഡിക്ഷൻ. അപ്പൊ there are two words I am pronouncing. So the first one, diction എന്ന് പറയുമ്പോൾ എവിടെ ഞാൻ ഗണം കൊടുക്കേണ്ടത്, എവിടെ ഞാൻ കമ്മിയാക്കേണ്ടത്, ആ സംസാരത്തിൽ തന്നെ ഒരു വേർഡിന്റെ അർത്ഥം വെളിയിക്കാറുണ്ട്. നാളെ ക്രിസ്മസ് സെലിബ്രേഷൻസ് ആണ്. See the first two things. You are talking the same line, but the style of talking, the style of delivering is different. You are not learning English. ഇത് ഇംഗ്ലീഷ് ക്ലാസ് അല്ല, അതൊക്കെ കോളേജ് സ്കൂളിൽ എല്ലാം ഇംഗ്ലീഷ് ക്ലാസ്, അതൊന്നും ഗുണം കിട്ടില്ല. This is called as communicative English. Means how can you communicate? And in communication you have to speak. It's not writing. അല്ലെങ്കിൽ നമ്മൾ എഴുതിയിരിക്കുന്ന ബുക്ക് കാണിച്ചാൽ അങ്ങനെയല്ല, നമുക്ക് സംസാരിക്കണം. സോ ആ സംസാരിക്കുന്ന സമയത്ത് your clarity in speaking has to be established. ഇപ്പൊ ക്ലാരിറ്റി എന്ന് പറയാം, ക്ലാരിറ്റി എന്ന് ഞാൻ പറഞ്ഞില്ല, അതിന് ഓട്ടോമാറ്റിക്കലി വന്ന സംഭവമാണ്. അപ്പൊ എവിടെ ഞാൻ വരിക്കുന്ന ക്ലാരിറ്റി എന്ന് പറയുമ്പോൾ യു ഗെറ്റ് ടൈം ആൻഡ് യു വിൽ അണ്ടർസ്റ്റാൻഡ് എന്റെ ഉദ്ദേശം എന്നാണ് ആ ക്ലാരിറ്റി പറഞ്ഞത്. ക്ലാരിറ്റി ഇൻ സ്പീക്കിംഗ് പറഞ്ഞാൽ മനസ്സിലാവും. ക്ലാരിറ്റി ഇൻ സ്പീക്കിംഗ് ജസ്റ്റ് അപ്പൊ ഞാൻ വ്യക്തമായിട്ട് പറയുന്നത്, ചില വേർഡ്സിൽ ഓൺലി ബൈ മോഡുലേറ്റിംഗ് ആൻഡ് ബൈ സ്പീക്കിംഗ് ഗുഡ് യു വിൽ ബി അണ്ടർസ്റ്റുഡ് ബൈ അതേഴ്സ്. അതർവൈസ് ചിലവർ ഇംഗ്ലീഷ് ഷൊറ പറയും. They are very good at speaking English, but nobody listens to them. Nobody അവരെന്താ പറയണമെന്ന് മനസ്സിലാവില്ല, ശബ്ദമില്ല. ഇംഗ്ലീഷ് പറയും നന്നായിട്ട്, പക്ഷെ they don't have a good voice.
they don't have that kind of a style in talking. എനിക്ക് ഒരു അനുഭവം ഉണ്ടായിരുന്നു. There was a gentleman called as Shiv Khera. He's a